ഇന്ത്യയുടെ 76ാം റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിലെ മുഖ്യാതിഥിയായി പുതുതായി ചുമതലയേറ്റ ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് ആയിരിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രഖ്യാപിച്ചു. ജനുവരി 25, 26 തീയതികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണപ്രകാരം ഇന്ത്യ സന്ദർശിക്കുന്ന ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്റോ 76ാമത് റിപ്പബ്ലിക് ദിന ആഘോഷത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. 2024 ഒക്ടോബറിൽ ഇന്തോനേഷ്യയുടെ പ്രസിഡന്റായി ചുമതലയേറ്റതിനു ശേഷം സുബിയാന്റോയുടെ ആദ്യ വിദേശരാജ്യ സന്ദർശനമാണിത്. ഇന്ത്യയുമായി ഊഷ്മളമായ ബന്ധം നിലനിർത്തുന്ന രാജ്യമാണ് ഇന്തോനേഷ്യ. കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുമായി മികച്ച ബന്ധം ഇന്ത്യക്ക് ഉണ്ടെങ്കിലും ഇൻഡോ പസഫിക് ലക്ഷ്യത്തിൽ ഇന്തോനേഷ്യ ഇന്ത്യക്കൊരു നെടുന്തൂണാണ്. ഇരു രാജ്യങ്ങളുടെയും നേതാക്കൾ തമ്മിൽ അന്താരാഷ്ട്ര ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിവിധ കരാറുകൾ സന്ദർശനത്തിന്റെ ഭാഗമായി ഉണ്ടാകും. ഇത് 3ാം തവണയാണ് ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന വ്യക്തികൾ മുഖ്യാതിഥിയായി എത്തുന്നത്. 1950 ജനുവരി 26-ന് ഇന്ത്യ ആദ്യ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചപ്പോൾ ഇന്തോനേഷ്യയുടെ പ്രസിഡന്റായിരുന്ന സുകർണോ ആയിരുന്നു മുഖ്യാതിഥി. 2011-ലെ റിപ്പബ്ലിക് ദിനത്തിൽ ഇന്തോനേഷ്യയുടെ പ്രസിഡന്റായ സുസിലോ ബാംബാങ് ആയിരുന്നു മുഖ്യാതിഥി. നിലവിലെ പ്രസിഡന്റ് സുബിയാന്റോ ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യാതിഥിയായെത്തുന്ന 3ാമത്തെ ഇന്തോനേഷ്യൻ പ്രസിഡന്റാണ്. കിഴക്കനേഷ്യൻ രാജ്യങ്ങളിൽ നിലവിൽ ഏറ്റവും ശക്തമായ സാമ്പത്തിക സുസ്ഥിരതയുള്ള രാജ്യമാണ് ഇന്ത്യ. ബഹിരാകാശ മുന്നേറ്റത്തിലൂടെയും സാങ്കേതിക വിദ്യയിലും ഇന്ത്യ മുന്നിട്ട് നിൽക്കുകയാണ്. കിഴക്കനേഷ്യൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ആസിയാനിൽ ഇന്ത്യ നിഷ്പക്ഷമായ നേതൃത്വമാണ് നൽകി വരുന്നത്.